ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി എടുത്തു വളർത്തുന്നതായിരിക്കോ? അങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ അവളെടുത്ത് വളർത്തോ? ഇതിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം. ആ കുട്ടിക്ക് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പഴയതൊന്നും ഇനി ആവർത്തിക്കാൻ നിൽക്കണ്ട. ഞാൻ എന്ത് ചെയ്തു അമ്മ പറയുന്നേ? രാജീവേട്ടന്റെ കാര്യമാണോ അമ്മ ഉദ്ദേശിച്ചേ? എപ്പോഴാവും നിനക്ക് രാജീവേട്ടനായത്? ഒരിക്കൽ നീ തന്നെ വേണ്ടെന്ന് വെച്ചതല്ലേ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. പക്ഷേ അമ്മ ചെയ്തു വച്ചിട്ടുള്ളതൊക്കെ തിരിച്ചടിക്കാതെ നോക്കിക്കോ. നോക്കണ്ട, മരിച്ചുപോയ സമൃദ്ധയെ പോലും ജീവിപ്പിച്ച ആളാണല്ലോ അമ്മ. മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. സമൃദ്ധ എങ്ങാനും കേട്ടാലുണ്ടല്ലോ. സമൃദ്ധ കേട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല. അതൊക്കെ അമ്മയുടെ ഇഷ്ടം. പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ ഇനി എന്റെ ഇഷ്ടങ്ങൾ മാത്രമേ നോക്കൂ. എന്നാ പിന്നെ അവനെ പണ്ടേ കെട്ടിക്കൂടായിരുന്നോ? അതിനിപ്പോ ഞാൻ വിചാരിച്ചോ അയാളിപ്പോ CA ആവോന്ന്? അവസരത്തിനൊത്ത് മാറാൻ നിനക്ക് എങ്ങനെ കഴിയുന്നടി? അമ്മേ, അഭിപ്രായം ഇരുമ്പൊലക്കയല്ലെന്ന് അമ്മയ്ക്കിപ്പോ മനസ്സിലായില്ലേ? പക്ഷെ സമൃദ്ധയുടെ കാര്യത്തിൽ അമ്മ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഇതിന്റെ പിന്നിലും അവള് തന്നെയാണെന്നുള്ളത് ഉറപ്പാ. അതെ, അല്ലാതെ വേറൊരു കാരണവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അവന്തിക നമ്മളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. എവിടെ ചെന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. 6 മാസം തികച്ച് ഒരിടത്തും ജോലി ചെയ്യാൻ പറ്റുന്നില്ല. നഷ്ടപ്പെട്ടതെല്ലാം 2 കൈകളിലും അടുക്കി പിടിച്ച് എല്ലാം ഒന്ന് കരക്കെത്തിക്കാൻ ശ്രമിക്കുമ്പോഴാ ഇതുപോലുള്ള തിരിച്ചടികള്. നമ്മുടെ കുടുംബം തകർന്നിട്ടും നമ്മുടെ സമ്പത്തെല്ലാം സ്വന്തമാക്കിയിട്ടും അവളുടെ കലി അടങ്ങുന്നില്ല. അങ്ങനെയുള്ളൊരു ജന്മം അവളുടേത്. പേ പിടിച്ച പട്ടിയെ പോലെ. ഏത് പേ പിടിച്ച പട്ടിയും നാട്ടുകാർ തല്ലിക്കൊല്ലുന്ന ഒരു ദിവസം വരും. അതങ്ങനെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. നമ്മൾ വിചാരിക്കുന്ന പഴയ അവന്തികയല്ല അവളിപ്പോ. വലിയ ബിസിനസ് ടൈക്കോണാ. സമൂഹത്തിലെ ഉന്നതരുമായിട്ട് ബന്ധങ്ങളുള്ളവളാ. എന്തും വില കൊടുത്ത് വാങ്ങാനുള്ള അത്രയും പണം കയ്യിലുണ്ട്. സ്തുതി പാടാനും ആജ്ഞകൾ അനുസരിക്കാനും അനുചരന്മാരും ആരാധകരും ചുറ്റിലുമുണ്ട്. അവള് വിചാരിച്ചാൽ ഇനിയും ഇതുപോലെ നമ്മളെ ദ്രോഹിക്കാൻ സാധിക്കും. എന്ന് കരുതി നമുക്ക് എപ്പോഴും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ ഏട്ടാ? ആ കേസിന്റെ കാര്യം ഒന്നുകൂടി സ്ട്രോങ് ആക്കണം. ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ കണ്ടുപിടിക്കണം. എല്ലാറ്റിനും പണം വേണം. നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ? എന്തു തുടങ്ങിയിട്ട് എന്തിനാ? എല്ലാം അവള് പിന്നാലെ വന്ന് തകർക്കില്ലേ? ഇങ്ങനെ പിന്നാലെ നടന്ന് ദ്രോഹിച്ചാ അവരെ അങ്ങ് തീർത്ത് കളയണം. അങ്ങനെയൊന്നും നമ്മളിപ്പോ ചിന്തിക്കണ്ട. ഇത് അവളുടെ കാലവാ. ഇതുപോലുള്ള അവളുടെ ആട്ടം ഇനിയും ഒരുപാട് കാണേണ്ടി വരും. പക്ഷേ അതിനു മുമ്പ് പുതിയ എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം. ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റൂ. അതല്ലേ ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാന്ന്. ഇപ്പൊ നമ്മളെ കൊണ്ട് ഒന്നും കൂട്ടിയാ കൂടില്ല. സമയം വരും. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നും അവന്തിക താഴെ വീഴുന്നൊരു സമയം വരും. നമ്മുടെ കയ്യിൽ നിന്ന് അവള് പിടിച്ചു വാങ്ങിയതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിച്ചാൽ മാത്രം പോരാ,
അവര് നമ്മളോട് ചെയ്തതിനെല്ലാം എണ്ണി എണ്ണി പകരം ചോദിക്കണം. അത് വേണോ അനുപേട്ട? ഇല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യമുണ്ട്. അവന്തിക വളർത്തുന്ന ആ കുട്ടി യഥാർത്ഥത്തിൽ ആരാ? എന്തായാലും അത് അവരുടെ കുട്ടിയല്ലെന്നുള്ളത് ഉറപ്പാ. ഇനി എടുത്തു വളർത്തുന്നതായിരിക്കോ? അങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ അവളെടുത്ത് വളർത്തുവോ? ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം. ആ കുട്ടിക്ക് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ആ കുഞ്ഞെവിടുന്ന് വന്നു? എന്തായാലും അവളിതിനിടെ കല്യാണം കഴിച്ചതായിട്ടൊന്നും നമുക്കറിവില്ല. അപ്പൊ പിന്നെ ആ കുഞ്ഞാരുടേതാ? അല്ല, ഇനി അവൾക്ക് നേരത്തെ ഉള്ള വല്ല ബന്ധത്തിലും ജനിച്ച കൊച്ചാണോ? അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല. ഉണ്ടായിരുന്നൊക്കെ ചീറ്റി പോവുകയും ചെയ്തു. നീ എന്താടി പെറുപിറുക്കുന്നു? അല്ല, എനിക്കും അതിലങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് പറയായിരുന്നു. ആ, നിങ്ങളുടെ ബന്ധുക്കളിൽ ആരുടെയെങ്കിലും കൊച്ചിനെ കൊണ്ടുവന്ന് നിർത്തിയതായിരിക്കും ഇനി. അതിനൊരു വഴിയുമില്ല. അത് മാത്രമല്ല, ഈ ലോകത്ത് ചേച്ചിക്ക് ചേച്ചിയോട് മാത്രമാണ് സ്നേഹമുള്ളത്. ആ, അച്ഛന്റെ പേരിലെ കലാപമൊക്കെ നടത്തി നെല്ലിശ്ശേരിയിലെ സ്വത്തെല്ലാം സ്വന്തമാക്കിയത് അവരുടെ അടവ് മാത്രമായിരുന്നു. ഒന്നിനോട് ആത്മാർത്ഥതയില്ലാതെ ജീവിക്കുന്നവരുടെ ജീവിതം ഒടുവിൽ ശൂന്യമായിരിക്കും. കയ്യിലൊന്നും ഉണ്ടാവില്ല. നല്ല കൂട്ടുകാരോ ബന്ധുക്കളോ എന്തിന് ഭർത്താവും മക്കളും പോലും ഉണ്ടാവില്ല. നല്ല ആരോഗ്യമുണ്ടെങ്കിൽ 50 വയസ്സ് വരെ ഒന്നും അറിയത്തില്ല. അത് കഴിയണം ഒറ്റപ്പെടൽ എന്താണെന്നറിയാൻ. കണ്ണിലൊരു കരട് പോയി. പക്ഷെ അമ്മേ, ഇവിടെ അങ്ങനെയല്ലല്ലോ. സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞ് അവളോടൊപ്പം ഉണ്ട്. അത് ആരാന്നാ അന്വേഷിക്കേണ്ടത്? അത് അവരുടെ കുഞ്ഞായിരിക്കാൻ ഒരു സാധ്യതയില്ല. എന്നോട് ശത്രുവിനെ പോലെ പെരുമാറുമെങ്കിലും ഞങ്ങൾ ഒരേ ചോര തന്നെയാണല്ലോ. ഇതിലെ കള്ളക്കളി എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു തരാം. എടി കൊച്ചേ, നിങ്ങൾ ഒരേ ചോരേ നീരുമൊക്കെ ആയിരിക്കാം. വലിയ സീഡ് കളിക്കാൻ പോയിട്ട് ആ പൂതയുടെ കയ്യിൽ നിന്നൊന്നും തല്ല് വാങ്ങിച്ചു കൂട്ടരുത്. നിന്നെ ജീവനോടെ കത്തിച്ചു കളയാനുള്ള വൈരാഗ്യം അവക്ക് നിന്നോടുണ്ട്. അത് ഓർമ്മ വേണം.